ഹായ് നമസ്കാരം. അപ്പോൾ രണ്ട് മലയാള സിനിമകൾ, അതായത് മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന രണ്ട് സിനിമകൾ, ബിഗ് ബഡ്ജറ്റിലാണ് രണ്ട് സിനിമകൾ ഇറങ്ങാൻ പോകുന്നത്. ഉദ്ദേശിച്ചത് ഒന്ന് നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ L2, മറ്റൊന്ന് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള പേരിടാത്ത സിനിമ. അതെ, മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാര, ഇവർ എല്ലാരും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമ. അപ്പം L2ന്റെ ഇതുവരെയുള്ള നിർമ്മാണ ചെലവ് കമ്പനി പറയുന്നത് 150 കോടിയാണ്. 150 കോടി രൂപ ഏതാ മറ്റേ മാർക്കറ്റിംഗ് കൂടെ ചേർത്തല്ല? അല്ലല്ല, സിനിമയുടെ ഷൂട്ട് മാത്രം. ഒന്ന് ആലോചിച്ച ഒരു 160-170 കോടി രൂപ മുതൽ മുടക്കുള്ള സിനിമ എത്ര കോടി ക്ലബിൽ കയറണം? മിനിമം നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ ഒരു ഈ കണക്കിനാണ് ഒരു 300 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. 200 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് മിനിമം എങ്കിലും കയറിയാൽ 200 കോടി ക്ലബ്ബിൽ കയറിയാൽ മുതൽ കിട്ടത്തില്ല. അപ്പം 300 കോടി ക്ലബിലെങ്കിലും കയറണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും വെള്ള സിനിമ അങ്ങനെ കയറിയിട്ടുണ്ടോ? ഒരു സിനിമയും കയറിയിട്ടില്ല. ഏറ്റവും ഹയസ്റ്റ് കയറിയിരിക്കുന്നത് ഇപ്പോഴും പുലിമുരുകൻ തന്നെ അല്ല, മഞ്ഞുമൽ ബോയ്സ് ആണ്. സോറി, അല്ല, മറ്റേ 2016 ഏത് 2016 അതിന്റെ താഴെ മഞ്ഞുമൽ ബോയ്സ് ആ ടോപ്പ് നിൽക്കുന്നില്ല. എത്ര കോടി അടിച്ചത്? മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ 20 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ. പക്ഷെ അവരുടെ അത് 227 ലാഭം കൂടുതൽ, 240 കോടി അങ്ങോട്ടാണ് അത് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് ഉദ്ദേശിച്ചതിനെക്കാട്ടി വലിയ ലാഭം നേടിയ സിനിമ അത്. കാരണം അത് തമിഴ്നാട്ടിൽ വൻ ഹിറ്റ് ആയിരുന്നു. അത് 50 കോടി മലയാള സിനിമയുടെ ചരിത്രം. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് എന്റെ യഥാർത്ഥ കണക്ക് അറിയത്തില്ല. നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ബറോസ് ഉണ്ടല്ലോ, അത് എത്ര കോടി രൂപയാണ്? ബറോസിന്റെ മുതൽ മുടക്ക് പറയുന്നത് 80 കോടിയാ പറയുന്നത്. ഉള്ളതാണോ? നമുക്കറിയില്ല. ഇങ്ങനെ എത്ര ആനിമേഷൻ ഒന്നും അത്ര വലിയ മെച്ചമൊന്നും അല്ലല്ലോ. ആനിമേഷന്റെ അല്ല, അത് അവര് പറയുന്നത് 80 കോടിയാണ് പറയുന്നത്. പണ്ട് ഇങ്ങനെ തള്ളിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, തള്ളിന് കുറവൊന്നുമില്ല. അല്ല, 80 കോടി രൂപ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നഷ്ടത്തിലല്ലേ പോയത്? ഒമ്പ നഷ്ടമാണ്. ഡൊമിനിക് എങ്ങനെ പൊട്ടിയോ? ഡൊമിനിക് ഒരു വിജയിച്ചില്ല, ഒരു ആവറേജ്. അല്ല, വിജയിച്ചില്ല പറയാം അല്ലേ? അതിപ്പം സെക്കൻഡ് വാരത്തിലും പടം ഓടുന്നുണ്ടല്ലോ. കാരണം 80 കോടി മുടക്കി പിടിച്ച ബറോസ് ഒരാഴ്ച കൊണ്ട് വാഷ് ഔട്ട് ആയില്ലേ? ഇത് എത്ര കോടി എടുത്തു? ഡൊമിനിക് എത്ര കോടി ബഡ്ജറ്റ് ആയിരുന്നു? ഡൊമിനിക്ക് ചെറിയ പൈസ, കാരണം പുള്ളിയുടെ പൈസ തന്നെ ആയതുകൊണ്ട് വലിയ സ്റ്റാറും ആർട്ടിസ്റ്റും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ സിനിമ ഒരു പക്ഷേ പുള്ളിക്ക് നേട്ടമായിരിക്കും. കാരണം ഇതുപോലെ വലിയ നഷ്ടം വരാൻ സാധ്യത കുറവാ. പിന്നെ പേരിടാത്ത ചിത്രമായിട്ടുള്ള മഹേഷ് നാരായണന്റെ ചിത്രം 100 കോടി ബഡ്ജറ്റിലാണ് സിനിമ. അതും അത് തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാര ഉണ്ട്, പിന്നെ ഇത്രയും സ്റ്റാർ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കാശ് കൊടുക്കണമല്ലോ. ഇവരെല്ലാം കാശ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് 100 കോടി ബഡ്ജറ്റാ. ഞാൻ പറഞ്ഞത് ഈ രണ്ട് സിനിമകളും ഇത്രയും ബഡ്ജറ്റിൽ വരുമ്പോൾ മലയാള സിനിമയിൽ അത് അത്രയും പൈസ കണ്ടെത്താൻ സാധിക്കും ഉറപ്പായിട്ട്. ഇപ്പം മലയാളം സിനിമ എന്ന് പറയുമ്പോൾ മലയാളം സിനിമ മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് അവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റായത് തമിഴ്നാട്ടിൽ, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് അവിടെ. എനിക്ക് കേരളത്തിൽ കണ്ടും കൂടുതൽ കളക്ഷൻ അവിടെ നേടിയിട്ടുണ്ടോ? പക്ഷെ ഒരു നില നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനെ കുറിച്ചാ? പിന്നെ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കണ്ടാലോ? നമുക്ക് അല്ല, എന്തിനെ കുറിച്ചാ വീഡിയോ? സിനിമ ഇപ്പൊ ഈ ഇറങ്ങിയിരിക്കുന്ന മുട്ട കസന്റെ അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങേരെ അഭിനയം ശരിയല്ല. വരെ വയസ്സായപ്പോഴല്ലേ അങ്ങേരെ അഭിനയം മാറുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, അങ്ങേരെ അഭിനയം പിടിച്ചില്ല. ഇനി മമ്മൂട്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി വയസ്സായ എന്നാലും അങ്ങനെ ചെറുപ്പക്കാരൻ പോലെയല്ലേ കാണുന്നേ. ഈ അഭിനയത്തിൽ കാണാൻ നല്ല ചെറുപ്പക്കാരൻ പോലെയാണ് കാണുന്നത്. മമ്മൂട്ടിക്ക് ഒരു കൂടുതൽ പോയ ഒരു 65-70 വയസ്സേ പറയുള്ളൂ, അതിൽ കൂടുതലാണ്. പിന്നെ മോഹൻലാൽ വയസ്സ് എന്നിട്ട് ഇനി ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവരിവിടെ നിന്ന് മാറിപ്പോയി, ഇവിടെ നിന്ന് വഞ്ചൂരിന്ന് മാറിപ്പോയി. ഇപ്പം അവർ എറണാകുളത്താണ്. ഇപ്പം കാണണമെന്ന് കൊതിയുണ്ട്, പക്ഷെ സിനിമയിൽ കാണാൻ പറ്റുന്നില്ല. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ്. കാസറ്റ് മമ്മൂട്ടി സമ്മതിച്ചു കൊടുക്കുന്നു. എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിളിച്ചത് എല്ലാവരും പറയുമ്പോൾ അവർ പറയുന്നത് നീ വേണമെങ്കിൽ മമ്മൂട്ടി കെട്ടെ. ഞാൻ പറഞ്ഞു വന്നിരുന്നെങ്കിൽ കെട്ടിക്കിടന്നു പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണാൻ നല്ല സുന്ദരൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പം കാണാമെന്ന് വേറെ മറ്റേ എന്തൊരു പൊന്മാൻ അത് കണ്ടില്ലേ ഇതുവരെ. പക്ഷെ എന്തിനാ മിനിഞ്ഞാന്ന് കണ്ടു, നല്ല സിനിമയായിരുന്നു. അതുകൊണ്ട് അങ്ങ് അറ്റത്ത് കിടക്കുന്നു, അതും കൊള്ളായിരുന്നു. അല്ല, ശരിക്കും ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ. അല്ല അതെ, അല്ല ഇത് മോഹൻലാലിന്റെ മറ്റേ ബറോസ് കണ്ട് മുട്ടയടിച്ചിട്ടുള്ള സംഭവം കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡൊമിനിക്ക് കണ്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും അതിനകത്തുള്ള ആ ഒരു സൗന്ദര്യമൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആരോ പറഞ്ഞത് കെട്ടിക്കൊണ്ട് വെക്കോ. മമ്മൂട്ടിയുടെ പുള്ളി പ്രായം പറയില്ല, 60-65 പറയും. അതെ അതെ അല്ല, എന്തോ ചെറിയ കുഴപ്പമില്ല. അത് നമ്മൾ ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ രണ്ട് സിനിമകളുടെ ബഡ്ജറ്റ് അത് മലയാള സിനിമയിൽ ഇപ്പൊ L2 ഇറങ്ങിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ഈ ബഡ്ജറ്റ് മലയാള സിനിമയ്ക്ക് അതൊരു വെല്ലുവിളി ആകുമോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? കാരണം ഇത് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി L2ന് വലിയൊരു ചലഞ്ചാ. കാരണം ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരു 300 കോടി ക്ലബിലെങ്കിലും കയറിയില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ 100 കോടി ക്ലബ്ബ് സിമ്പിളായിട്ട് കയറാം.
പക്ഷെ അത് പോരാ, 200 കോടി പോരാ, 300 കോടിയെങ്കിലും മിനിമം വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺസേൺ. ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ വരുന്നതെങ്കിൽ പോലും നമുക്കറിയാം ഒരു പക്ഷെ ചിലപ്പോൾ തമിഴില് ചിലപ്പോൾ കുറച്ച് ഒന്ന് വർക്ക് ആയേക്കാം. പക്ഷെ അത് തെലുങ്ക്, കന്നഡ, ഹിന്ദി ലാംഗ്വേജിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ട് എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളോട് ചോദിക്കുന്നുണ്ട് അത് ക്യാമിയോ ആണോ, അല്ല ക്യാമിയോ അല്ല മെയിൻ റോളാണ്, മമ്മൂട്ടി ആണോ എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി അല്ല എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും പ്രതീക്ഷ. നമുക്ക് കാണുമെന്നാണ്. ഹൈപ്പ് കൂടുന്തോറും ടെൻഷൻ കൂടും. കാരണം സിനിമ ഹൈപ്പിൽ വന്നിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. എന്താണെങ്കിലും L2 ഈ 160 കോടി എന്ന് പറയുന്നത് അത് തിരിച്ചു പിടിക്കൽ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇത്രയും പണം മുടക്കി മലയാളത്തിൽ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് ആ സിനിമ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ട്. അത് ശരിയാണ്, അത് ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അതൊരു ആ കോംബോയില് മേ ബി ചിലപ്പോ അതും ഈ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ്, അതായത് മലയാളം ഇൻഡസ്ട്രി കാണാത്ത ഹിറ്റിലേക്ക് ഈ സിനിമ എത്തണമെന്നോ. അത് ഉറപ്പായിട്ടും മഹേഷ് നാരായണന്റെ ചിത്രം അത് തന്നെ ആയിരിക്കും. അതും ഉറപ്പായിട്ടും അത് നമ്മൾ ഉറപ്പിച്ചു ചിത്രമാണ് അത്. ഇത് ചിലപ്പം കാരണം നമ്മുടെ 2020 സിനിമ വന്നതുപോലെ തന്നെ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തോന്നുന്നു. മേ ബി അപ്പൊ ഒരു നരസിംഹം പോലത്തെ ഒരു വമ്പൻ ഹിറ്റിലേക്ക് മമ്മൂക്ക അതിനകത്തുണ്ടെങ്കിൽ, നമുക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാണ് നരസിംഹം മാറി നിൽക്കും. കാരണം നരസിംഹത്തില് മമ്മൂക്ക വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ മോഹൻലാൽ പിന്നെ ചിത്രത്തിലില്ലല്ലോ. മാരാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആ സിനിമയിൽ വന്നില്ലായിരുന്നു മോഹൻലാലിന്റെ അതൊക്കെ അതൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ അങ്ങനെയാണ് 2020 സിനിമ എന്തായാലും അത്രയ്ക്ക് ഭയങ്കര ഒരു വക്കീൽ. അല്ല അത് ശരി, ഓക്കെ. അല്ല ഞാൻ അത് പറയുമ്പോൾ 2020 ആളുകൾ പ്രതീക്ഷിക്കും. കാരണം 2020 സിനിമയ്ക്കകത്ത് സിനിമ കൊണ്ടുപോയത് 2020 സിനിമയിൽ കൊണ്ടുപോയത് ലാലേട്ടനാണ്. ഞാൻ ആയിക്കോട്ടെ, കൊണ്ടുപോയത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് ഫിനിഷ് ചെയ്യുന്ന ആരാണ്? അല്ല അത് അതിനകത്ത് ലാലേട്ടൻ തന്നെയായിരുന്നു സൂപ്പർ സ്റ്റാർ. എന്താണെങ്കിലും രണ്ടുപേരും തകർക്കട്ടെ അല്ലെ. അല്ലല്ല, ഈ സിനിമ രണ്ടുപേരും കൊണ്ടുപോയി വിജയിപ്പിച്ചെടുക്കണം. കാരണം ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരിക്കണം. സിനിമയ്ക്ക് ഒരു വലിയൊരു എന്താ പറയുക ഒരു മാറ്റമായിരിക്കണം ഉറപ്പായിട്ടും. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അല്ലെ. അതെ, എന്തായാലും ഈ ഒരു പടം L2 300 കോടി അടിക്കുമോ ഇല്ലയോ? അതെ, ബൈ.